ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ശിവഗിരി യാത്ര രാവിലെ ഒരു 10:15 ഇവിടുന്ന് ഞാൻ ശിവഗിരിയിലേക്ക് പുറപ്പെട്ടു. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സാണ് കിട്ടിയത്. വർക്കല ബസ് തന്നെ കിട്ടി. അങ്ങനെ ഞാൻ അതിൽ കയറിയിരുന്നു. വണ്ടി ഇങ്ങനെ പല കാഴ്ചകളും കണ്ട് വണ്ടിയിലിരുന്ന് പല കാഴ്ചകളും കണ്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരവൂർ വഴി പോവുകയാണെങ്കിൽ, വർക്കലയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കടൽ തീരമാണ് കൂടുതലും കാണുന്നത്. കാപ്പിൽ, ഇടവ, വർക്കല ഈ ബസ്സിൽ, അങ്ങനെ ആ പ്രൈവറ്റ് ബസ്സിൽ പോയാൽ നമുക്ക് ഈ സ്ഥലങ്ങളിലുള്ള എല്ലാ മനോഹരമായ ബീച്ചും അതിൻ്റെ തീരങ്ങളും എല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോകാം. കാറിൽ പോയാലും നമുക്കിത്ര കൃത്യമായിട്ട് കാണാൻ പറ്റത്തില്ല. ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് ഈ സൈഡ് വ്യൂ എല്ലാം ഇങ്ങനെ ആസ്വദിക്കാം. നമുക്ക് നല്ല ഭംഗിയായിട്ട് ക്ലിയറായിട്ട് ഇതെല്ലാം കാണാം. അങ്ങനെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൈഡിലിരുന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല കൃഷിയിടങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്. അവയെല്ലാം കടന്ന് തെങ്ങിൻ തോപ്പുകളാണിത്. മാത്രമല്ല കടലിൻ്റെ കുറച്ച് ഭാഗം, പിന്നെ കായലിൻ്റെ അരിക്, കായലോരം, അതിൻ്റെ സൗന്ദര്യം നമുക്ക് കൺകുളിർക്കെ കാണാം. ഒരു അമ്പലമാണ് ഈ മഹാദേവ ക്ഷേത്രമെന്ന് പറയും. അതാണിത്. ഇടവ കാപ്പിൽ വഴി പോകുമ്പോൾ കാണുന്ന അമ്പലമാണ്. ഒരു പ്രാവശ്യം ഞാൻ അവിടെ പോയി തൊഴുതു. അന്ന് അവിടെ ഉത്സവം ആയിരുന്നു. വഴിയെ വന്നപ്പോൾ അവിടെ നല്ല ഗാനമേളയൊക്കെ നടക്കുന്നത് കണ്ടു. അങ്ങനെയാണ് അമ്പലത്തിൽ കയറി തൊഴുത് കുറച്ച് സമയം കണ്ടു. ഫാമിലിയായിട്ടായിരുന്നു പോയത്. ഇത് കാപ്പിൽ ബീച്ചാണ്. ഈ കാണുന്നതെല്ലാം നല്ല മരങ്ങളുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഭംഗി വിളിച്ചറിയിക്കുന്നത്. നല്ല തെങ്ങിൻ തോപ്പുണ്ട്. ആ തെങ്ങിൻ തോപ്പിൻ്റെ അവിടെ ഇറങ്ങി നിന്ന് നമുക്ക് ഈ ബീച്ച് കാണാം. നല്ല ഭംഗിയായിട്ട് എല്ലാം കാണാം. നല്ല തണലോര പ്രദേശങ്ങളാണ്. ആളുകളെല്ലാവരും കാപ്പിൽ ബീച്ചിൽ ഇടയ്ക്കൊക്കെ പോകും. വേറെ നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ പരവൂർ എല്ലാവർക്കും വേറെ എങ്ങും ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ പോകേണ്ട ഒരു കാര്യമില്ല. ഏറ്റവും വളരെ കുറഞ്ഞ ചിലവിൽ എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു യാത്രയാണിത്. നമ്മളിവിടുന്ന് കൊല്ലത്ത് നിന്ന് ഒരു വർക്കല ബസ്, പ്രൈവറ്റ് ബസ്സിൽ കയറി ഇരുന്നാൽ മതി. ഈ കാഴ്ചകൾ എങ്ങും വണ്ടി അധികം സമയം സ്പെൻഡ് ചെയ്യത്തില്ല. ഉടനെ തന്നെ ബസ് ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ബോറടിക്കത്തില്ല. ബസ്സിൽ നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്ന സെയിം ഫീലിംഗാണ്. പല ആളുകളും ജോലിക്ക് പോകാനും പിന്നെ കോളേജിലും അതിൻ്റെ അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ബസ്സിലിരുന്ന് വീഡിയോ പിടിക്കുമ്പോൾ കണ്ടക്ടർ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അങ്ങനെ ഇങ്ങനെ ഒരു ബീച്ചല്ല, ഇടവ, കാപ്പിൽ എല്ലാം, വർക്കല, ഇതെല്ലാം ബീച്ചുകളെല്ലാം കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ ബീച്ചുകളുടെയും മാത്രമാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അടുപ്പിച്ചടുപ്പിച്ച് ഈ കടൽ തീരം കാണുന്നത്. കാപ്പിൽ ബീച്ചുണ്ട്, വർക്കല ബീച്ചുണ്ട്, എല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. സൈഡിലിരുന്ന് ഞാൻ എല്ലാം ഇങ്ങനെ എടുക്കുന്നു. ഇത് കണ്ട സൈഡ് വ്യൂ. അങ്ങനെ ബസ് ഏതെങ്കിലും സ്റ്റോപ്പിൽ നിർത്തുമ്പോഴാണ് സ്ലോ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ബസ് നല്ല രീതിയിൽ ക്രിസ്മസ് ന്യൂ ഇയറും പ്രമാണിച്ച് ഞാൻ പോയ ആ ബസ് നല്ല രീതിയിൽ ഫ്രണ്ടിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ വർക്കല റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആയി. അതാണിത്. ആളുകൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ടിക്കറ്റ് എടുക്കാനും പോകുന്നതിനായിട്ട് നിൽക്കുന്നത് കാണാം. ബസ് കണ്ട ഫ്രണ്ടിൽ എല്ലാ
ദൈവങ്ങളുണ്ട്, പൂമാലകളിട്ടിരിക്കുന്നു, കൊച്ചുങ്ങളുടെ ടോയ്സ് എല്ലാം കൊണ്ട് നല്ല ഒരു പ്രത്യേക അനുഭവം. ബസ്സിൻ്റെ അകത്ത് കയറിയപ്പം തന്നെ നല്ല ഒരു പോസിറ്റിവിറ്റിയാണ്. നല്ല രീതിയിൽ നല്ല സ്റ്റാറുകൾ എല്ലാം ഇട്ട് അലങ്കരിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പുന്നമൂട് എത്തി. വർക്കല പുന്നമൂട്. ഇതുപോലെ ഞാൻ ബസ്സിൻ്റെ സൈഡിലിരുന്നാണ് ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞു. ഇതാണ് ഞാൻ പോയ ബസ്. കണ്ടാ കൂട്ടുകാരെ, ഈ ബസ്സിലാണ് ഞാൻ ഇന്ന് വർക്കല ശിവഗിരിയിൽ പോയത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോയിലാണ് ശിവഗിരിയിലേക്ക് പുറപ്പെട്ടത്. ഓട്ടോയിലിരുന്ന് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. ഉടൻ തന്നെ അവിടെ നിന്നും 70 രൂപ കൊടുത്താൽ നമ്മളെ ശിവഗിരിയിൽ കൊണ്ടിറക്കും. പോകുന്ന വഴിയിലെല്ലാം മഞ്ഞ തോരണങ്ങളെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഗുരുസ്വാമിയുടെ ആ മഞ്ഞ അതാണ് എല്ലായിടത്തും ശോഭിക്കുന്നത്. ആളുകളെല്ലാവരും അങ്ങനെ ശിവഗിരിയിലെത്തി. ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ കാണുന്നത് അവിടെ എല്ലാം വഴിയോര കാഴ്ചകളെന്ന് പറയുന്നത് കച്ചവടമാണ്. എന്തെല്ലാം കച്ചവടങ്ങളുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നടത്തുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളായി 30-നും 31-നും പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളെ കാണാം. പക്ഷേ ഇന്ന് അത്ര വലിയ തിരക്ക് ഇല്ലായിരുന്നു. കാരണം സമ്മേളനം എല്ലാം ഉച്ചവരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 12:30 മണിയായി. അങ്ങനെ ഞാൻ ഈ വഴിയോര കാഴ്ചകളെല്ലാം കണ്ട്. ഇതൊക്കെയാണ് ആദ്യം ചെന്ന ഉടനെ നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇതാണ് നല്ല വള സെറ്റുകളും താണ്ടിരിക്കുന്ന കണ്ടില്ലേ. മുമ്പൊക്കെ ഉണ്ടായിരുന്നില്ല ചുറ്റുവള. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചുറ്റുവള ഇടുന്ന ഭയങ്കര ഒരു ഫാഷനായിരുന്നു. ഗ്ലാസ്സുകൾ പലതരത്തിലുള്ളതുണ്ട്. ഇതെല്ലാം കണ്ട് ഞാനിങ്ങനെ മെല്ലെ മെല്ലെ അകത്തോട്ട് കയറിപ്പോയി. പൊരി വെയിലായിരുന്നു, പൊരി വെയിൽ. ഇതാണ് അമ്പലത്തിൻ്റെ ശിവഗിരി ക്ഷേത്രത്തിൻ്റെ ശിവഗിരി അമ്പലം വേറെയും ഉണ്ട്. ഇത് ശിവഗിരിയിൽ ശാരദാമഠത്തിൻ്റെ മുമ്പിൽ. അതിനകത്ത് ഞാൻ അങ്ങനെ കടന്നപ്പോൾ സ്റ്റേജിലെ ആളുകളൊക്കെയാണ്, കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്കാണ്. ഉച്ച വരെ ഉള്ളായിരുന്നോ അല്ലെങ്കിൽ ഇനി കുറച്ച് കഴിഞ്ഞുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ പന്തലിൻ്റെ അരികിലൂടെ ഇങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവുകയാണ്. ഞാൻ മെല്ലെ മെല്ലെ ശാരദാമഠത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറുകയാണ്. അങ്ങനെ ഞാൻ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തി. ശാരദാമഠത്തിൻ്റെ ബാക്കിലൂടെ നടന്നു പോകുന്നു. ബാക്കിൻ്റെ മാത്രം ഭാഗമാണിത്. ഫ്രണ്ടിൽ നിന്ന് ഞാനൊന്നും എടുത്തില്ല. പുറത്തിറങ്ങി നിന്നിട്ടാണ് എടുത്തത്. അങ്ങനെ നമ്മൾ മഹാസമാധിയിലേക്ക് പോകുന്നു. ഞാനങ്ങനെ ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും ഒരു 10-15 ദിവസം കൊണ്ടുള്ള അത്രയും മേളമൊന്നും ഇന്നില്ല. കച്ചവടങ്ങളെല്ലാം ഒരുപാട് കുറഞ്ഞിരുന്നു. ആളുകൾ തിരക്ക് വളരെ കുറവായിരുന്നു. കാരണം 12 മണി വരെ ഈ സമാധിയിൽ 12 മണി വരെ മഹാസമാധിയിൽ പൂജയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആളുകളെല്ലാം വരികയും അവിടെ വന്ന് തൊഴുതും പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്ന് ആ സമാധിയുടെ അതിന് പുറത്ത് ഒരു റൗണ്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയാണ് ആളുകളെല്ലാം പോകുന്നത്. പക്ഷേ ഇന്ന് ഞാൻ 12:30 കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നത് കൊണ്ട് എല്ലായിടത്തും ശാന്തമായിരുന്നു. ഞാൻ എന്ന് അവിടെ സമാധിയുടെ അരികിൽ എത്തിയാലും ഒരു റൗണ്ട് അതിന് ചുറ്റും നടക്കാറുണ്ട്. ഇതിപ്പോൾ ശാരദാമഠത്തിൻ്റെ തൊട്ട് മുകളിൽ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എല്ലാം എടുക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളാണ്. അങ്ങനെ പടവുകൾ കയറി അവിടെ ഇരിക്കുന്നതിന് കസേരയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആളുകൾ ഇടയ്ക്ക് വന്ന് വിശ്രമിക്കുന്നതിന്. കുറേ പടികൾ കയറി മുന്നോട്ട് പോകണം. മഹാസമാധിയിലെത്താൻ വേറെയും വഴിയുണ്ട്. അങ്ങ് ശാരദാമഠത്തിൻ്റെ അതുവഴി പോവുകയാണെങ്കിൽ അങ്ങോട്ട് ആഡിറ്റോറിയത്തിന് ഒരുങ്ങുന്നതിനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പിന്നെ ഒരു ബിൽഡിങ്ങുണ്ട്. അതിൻ്റെ ആ വഴിയെ അങ്ങനെ
പോകുമ്പോൾ നേരെ കാറിലൊക്കെയാണ് അല്ലെങ്കിൽ ഏത് വണ്ടിയിലായാലും അങ്ങ് മുകളിലെത്താം, ടൂ വീലറിലും കാറിലും ഒക്കെ മുകളിലങ്ങ് എത്താം. പക്ഷേ ഞാൻ പോകുന്നത് എപ്പോഴും പടവുകൾ കയറി ഇറങ്ങിയാണ്. എനിക്കതാണ് ഇഷ്ടം. നല്ല രീതിയിൽ നല്ല സ്റ്റെപ്പുകളെല്ലാം കെട്ടി ഇട്ടിരിക്കുന്നു. നമുക്ക് വെറുതെ അങ്ങ് കയറി എപ്പോഴും ഒന്ന് മേളിൽ പോയി താഴോട്ടിറങ്ങി വീണ്ടും വീണ്ടും കയറി പോകാൻ തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് രണ്ട് സൈഡിലും. ഇതാണ് കാറൊക്കെ മുകളിലോട്ട് പോകുന്നതിനുള്ള റോഡ്. പിന്നെ അവിടെ കല്യാണത്തിന് ഒരുങ്ങി വരുന്നത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ നിന്നാണ്. ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. ഇത് ആ പടികൾ കയറി ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് അതിമനോഹരമാണ്. താഴോട്ടെല്ലാം വാഴ കൃഷികളും എല്ലാ കൃഷികളും ഉണ്ട്. ഒരുപാട് ഓപ്പൺ ഏരിയ ഇഷ്ടം പോലെ ഉണ്ട്, പാടങ്ങളും. ഇത് ശീമച്ചക്ക. അവിടെ ഞാൻ കണ്ടത് കുറേ ശീമച്ചക്ക നല്ലതുപോലെ വളർത്തുന്നുണ്ട്. ഒരുപാടെണ്ണം ഞാൻ കണ്ടു. മുകളിൽ നിന്ന് താഴോട്ട് നോക്കി ഞാൻ അന്നേരം വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പടമാണ്. കാരണം അവിടെ നല്ല സ്പേസ് ഉണ്ട്. ഈ ശീമച്ചക്കയുടെ ഒരു പ്രത്യേകത, അത് ഒരുപാട് സ്പേസ് കവർ ചെയ്താണ് വളരുന്നത്. അതുകൊണ്ട് നല്ല സ്പേസ് ഉള്ളിടത്തേ അത് നടാൻ പറ്റും. അങ്ങനെ ഇനിയാണ് ഞാൻ വളരെ സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ ഞാൻ മാത്രം മുകളിലേക്ക് കയറിപ്പോകുന്നു. ബാക്കിയുള്ള ആളുകളെല്ലാവരും 12 മണിയാകുമ്പോഴത്തേനും താഴെ വരും. കാരണം 12 മണി കഴിഞ്ഞ് 12:30 കൂടിയാണ് അവിടുത്തെ ഗുരുപൂജ. നമ്മുടെ അവിടുന്ന് ആഹാരം എല്ലാവർക്കും അന്നദാനം കൊടുക്കുന്ന സ്ഥലം. അവിടെ എല്ലാവരും അങ്ങോട്ടേക്ക് അങ്ങ് പോകും. ഇത് 12:30 എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഒഴിഞ്ഞ സമയമാണ്. ഞാൻ തനിയെ മുകളിലേക്ക് കയറി പോകുന്നു. അതിസുന്ദരമാണ്. 2 സ്റ്റെപ്പുകളും കയറി പോകുമ്പോൾ അങ്ങ് മുകളിൽ ചെന്നപ്പോൾ കണ്ടത് ഇതെനിക്ക് തോന്നുന്നു, ഇതിൻ്റെ പേര് ഞാനങ്ങ് സത്യത്തിൽ മറന്നുപോയി. ഈ വനത്തിലൊക്കെ കാണുന്നതും അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളൊരു വാഴയത്. പിന്നെ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ മുകളിൽ പടവുകളെല്ലാം കയറി ഞാൻ മുകളിലെത്തി. ഇതാണ് ആ സമാധി സ്ഥലം മുകളിൽ. ഇതിന് ഒരു ചുറ്റും നടന്നാൽ വളരെ മനസ്സിനൊരു സന്തോഷമാണ്. എന്തെന്നില്ലാത്ത ഒരു പറയാൻ പറ്റാത്ത ഒരു ഫീലാണ് മനസ്സിൽ തോന്നുന്നത്. താഴോട്ടെല്ലാം വനപ്രദേശം പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു കാട്ടിലോട്ട് നോക്കുന്ന കണക്ക് കണ്ട മരങ്ങളെല്ലാം നിൽക്കുന്ന താഴോട്ടാണ്. അതിങ്ങനെ വളർന്ന് ഇങ്ങനെ നിൽക്കും. താഴോട്ട് ഒരു കുഴിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവിടെ ഇങ്ങനെ വനം, അതാണ് ഫീൽ അവിടെ നിൽക്കുമ്പോൾ. ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോയും എല്ലാം എടുത്തു. കഴിഞ്ഞ ഒരു ദിവസം ഭയങ്കര തിരക്കായിരുന്നു. 15-ാം തീയതി തൊട്ട്, ഡിസംബർ 15-ാം തീയതി തൊട്ട് തന്നെ ഈ തീർത്ഥാടനം തുടങ്ങും. പദയാത്രയായിട്ട് ഒരുപാട് ആളുകൾ ലോകത്തു നിന്നും എല്ലായിടത്തു നിന്നും വരും. ഇന്നും ഒരുപാട് ഈ ടൂറിസ്റ്റ് ബസ്സിലും എല്ലാം വന്ന് ആളുകൾ തീർത്ഥാടനം നടത്തിയിട്ട് പോകുന്നത് ഞാൻ കണ്ടു. വഴിയോരങ്ങളിൽ ബസ്സിൽ ഫുഡെല്ലാം കൊണ്ടുവന്ന് അവരവിടെ ഇരുന്ന് കഴിച്ച് വിശ്രമിച്ച് ശിവഗിരിയിലേക്ക് പോകുന്നു. എല്ലായിടത്തും കയറി കണ്ട് ഫുഡും എല്ലാം കഴിച്ച് എല്ലാവരും ഒരു നിർവൃതിയോടുകൂടി അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകുന്നു. ഒരു സമാധാനവും സന്തോഷവുമാണ് നമുക്ക് മനസ്സിന് തോന്നുന്നത്. ഈ വർഷത്തിലും എനിക്ക് പോകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പറ്റുന്ന വർഷങ്ങളിലെല്ലാം പോകാറുണ്ട്. താഴോട്ടുള്ള കാഴ്ചകളാണ്. പൊരി വെയിലായതുകൊണ്ട് ഞാനൊരു കുട പിടിച്ചു. അങ്ങനെ സമാധി സ്ഥലത്തിനൊരു റൗണ്ട് നടന്ന് സായിപ്പും മദാമ്മമാരും കൂടെ എൻ്റെ ഫ്രണ്ടിൽ പോകുന്നു. കണ്ട, ഇവരെ കണ്ടതോടുകൂടി ഞാൻ അവിടെ കറക്കമൊക്കെ നിർത്തി ഇവരെ പിന്നാലെ വീഡിയോ എടുക്കാനായിട്ട് പോയി. അവർ 2-3 ലേഡീസും എല്ലാം ഉണ്ട്. ഏത് രാജ്യമാണെന്നൊന്നും അറിയാൻ വയ്യ.
കാരണം ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലായിരുന്നു അവരിൽ നിന്ന് നടന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇവരുടെ പിന്നാലെ പോയി. കാരണം മുകളിൽ ഉള്ള ആളുകളെല്ലാവരും താഴെയാണ്. അതുകൊണ്ട് ഞാനും എളുപ്പം പോയി തൊഴുത്. അന്നേരം കാണാം ഒരു കൊച്ചു പയ്യനെ അവിടെ കണ്ടു, എനിക്ക് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോഴും ഞാൻ ഈ പയ്യൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഈ മുകളിലോട്ട് കയറുകയും താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ എനിക്ക് എടുത്തു തന്നത് ആ പയ്യനാണ്. കണ്ട, ഇതാണ്. അവിടെ വെളിച്ചം കുറവാണ്, അതുകൊണ്ട് ഡാർക്കായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞാൻ നടന്ന് താഴെ എത്തി. എല്ലാവരും താഴെ ഈ പൂജയ്ക്ക് എഴുതുന്ന സ്ഥലം, അങ്ങനെയുള്ള കൗണ്ടറുകളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കസേരകളെല്ലാം അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട്, ആളുകൾക്ക് ഇരുന്ന് വിശ്രമിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ പോയപ്പോൾ എനിക്ക് തോന്നിയത് അത്ര കാറ്റൊന്നുമില്ല, നല്ല ചൂടൊക്കെ എടുക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെയല്ല, അവിടെ ചെന്നിരുന്നാൽ ഭയങ്കര കാറ്റാണ്, സുഖകരമായ ഒരു കാറ്റ്. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഒരു കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി കുഞ്ഞിനെ അവിടെ ഉറക്കി കിടത്തിയിരിക്കുന്നു. എനിക്കണ്ട, കൊച്ചുങ്ങളും ഫാമിലി എല്ലാവരും ഉറങ്ങുന്നു, ക്ഷീണിച്ച്. ഒരു വെയിലാണ്, ആ വെയിലത്ത് തന്നെ ഈ കൊച്ചുങ്ങളെല്ലാം അവിടെ ഉറങ്ങിക്കിടക്കുന്നു. അതിൻ്റെ അമ്മ അവിടെ വളയും പൊട്ടും മാലയൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ആ കൊച്ചിനെ അടുത്ത് ഉറക്കി കിടത്തിയിരിക്കുന്നു. ഇതാണ് ഓരോ കൗണ്ടറുകൾ. കേരളകൗമുദിയുടേതുണ്ട്. പിന്നെ ഇതൊക്കെ ഇവിടെ ഇതിനകത്തെല്ലാം കച്ചവടം കണ്ട നമുക്ക് ഇത് ഇന്നലെ 31-ാം തീയതി വരെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർ കുറേ പേരൊക്കെ ഇത് പാക്ക് ചെയ്ത് പോയി. ഇത് എല്ലാം ഈ ലേഡീസിൻ്റെ സാധനങ്ങൾ, എൻ്റെ പൊന്നെ, എന്തോരം കമ്മലും മാലയും. എനിക്കൊരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെയുള്ള നമ്മളെന്നും ഒരു കമ്മൽ കാതി ഇട്ടേക്കുന്നത്, അല്ലാതെ ഈ മാറ്റിയിടയിൽ പരിപാടിയില്ല. ഈ ഇങ്ങനെയുള്ള ഓരോന്ന് എനിക്കൊരു കമ്മൽ കണ്ടപ്പോൾ സത്യമായിട്ട് നല്ല ആഗ്രഹം തോന്നി വാങ്ങിക്കണമെന്ന്. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. നമുക്ക് ഈ രാവിലെ ജോലിക്കൊക്കെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കമ്മൽ ഇടിയിൽ ഇതൊന്നും നടക്കത്തില്ല. അത് കാരണം ഇട്ടിരിക്കുന്ന കമ്മൽ തന്നെ എന്നും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഈ വെള്ള കണ്ട, ഞാൻ അതിൻ്റെ വീഡിയോയെ എടുത്തിരിക്കുന്നത് കണ്ട, നല്ല ഭംഗിയുണ്ട്. വെള്ള ഈ ഞാത്തും വെള്ള, പറ്റിയിരിക്കുന്ന കമ്മലും വെള്ള, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ ഒരു സാധനങ്ങളും വാങ്ങിച്ചില്ല. ഞാൻ അവിടെ പോയിട്ട് വാങ്ങിയത് ആകെപ്പാടെ ഒരു ലൈറ്ററാണ്. 20 രൂപയുടെ ഒരു ലൈറ്റർ. 20 രൂപയുടെ ഐറ്റംസ് ഒരുപാടുണ്ട്, 10 രൂപയുടെ ഐറ്റം. അവിടെ ആണ് കൂടുതൽ ഉന്തും തള്ളും. എല്ലാവരും അവിടെ നിന്ന് ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഏത് ഇനത്തിൽ എന്തോരം സാധനങ്ങൾ വേണമെങ്കിലും കിട്ടും. ഇത്രയും നല്ലൊരു ഷോപ്പിങ്ങിന് പറ്റിയ ഒരു സ്ഥലം. ഈ 15 ദിവസവും അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പിങ്ങാണ്. ഇതാണ് അവിടുത്തെ ഏറ്റവും നല്ലൊരു സന്തോഷമുള്ള കാര്യം. പുളികൾ എല്ലാം പലതരത്തിലുള്ളത്. പിന്നെ നമുക്ക് ഈ മസാലക്കൂട്ടുകൾ നല്ല എല്ലാം, എന്തൊരു മണം അതിൻ്റെ അടുത്ത് നിന്നപ്പോൾ. ഒരിടത്ത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഉണ്ട് കണ്ട മസാലക്കൂട്ട്. ആ മസാലക്കൂട്ടിൻ്റെ മണം പിടിക്കാനാണ് ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പിൽ പോയി നോക്കിയത്. ഞാൻ ഈ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കിതൊന്നും ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇതൊന്നും വാങ്ങിച്ചില്ല. ഇതൊക്കെ കാണുമ്പോൾ ഒരു അട്രാക്ഷനാണ്, പക്ഷേ ഒന്നും വാങ്ങിച്ചില്ല. ഈ അലുവ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് ഈ കൊളസ്ട്രോൾ ഇതിനെയൊക്കെ പേടിച്ച് ഇതൊന്നും വാങ്ങിച്ചില്ല. ഈ വള എനിക്കൊരെണ്ണം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് മറന്നുപോയി. പല വള, എന്തോരം വളകൾ. കമ്മലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പല ഡിസൈനുള്ളത്, കളറ്, ഈ ഞാത്തിന് വേറെ കളറ്, ഈ കമ്മലിന് വേറെ കളറ്. എന്തോരം കമ്മലുകൾ, മാലകളും വളകൾ, ഇതെല്ലാം വേണ്ട. കറങ്ങി നടന്ന് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ പണ്ടത്തെ കണക്കുള്ള ആ കാറ്റ്, അവിടെ കുറേ സമയം നമുക്ക് ഇരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും ഇപ്പോൾ പോയപ്പോൾ തോന്നിയില്ല. കഴിഞ്ഞ വർഷം വരെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ അങ്ങോട്ട് അമ്പലത്തിലേക്ക് അങ്ങോട്ട്
ശാരദാ മഠത്തിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോഴത്തേന് അതിൻ്റെ മുമ്പിൽ ഏതാണ്ട് കെട്ടി വെച്ചേക്കുന്നു. അന്നേരം തന്നെ അതിൻ്റെ ആ മുൻവശത്ത് അങ്ങ് അടഞ്ഞു. ഇതൊക്കെ കണ്ടപ്പം പിന്നെ അവിടെ ഇരിക്കാനാണെങ്കിൽ കാറ്റുമില്ല, ഒന്നുമില്ല, ചൂടെടുക്കുന്നു. അത് കാരണം കൂടുതൽ സമയം ഇരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുരുപൂജ നടത്തി ഗുരുവിൻ്റെ ആ അന്നദാനം കഴിക്കുന്നതിന് 2 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വന്നു. 2 മണിക്കൂർ നിന്ന് എൻ്റെ വലത്തെ മുട്ട് ഭാഗം താഴോട്ട് കാല് നല്ല ഭംഗിയായിട്ട് വേദനിക്കുന്നുണ്ട്. എന്നാലും ഞാൻ അന്നദാനം കഴിച്ചിട്ടാണ് വന്നത്. അതാണ് അവിടെ പോയാൽ നമുക്കുള്ള ഒരു സന്തോഷം. ഉണ്ടായിരുന്ന കറികളൊക്കെ നമുക്ക് നല്ല ഇഷ്ടപ്പെടുന്നതാണ്. അവിയൽ, പച്ചടി, പരിപ്പ്, പപ്പടം, അരിയുടെ പായസം, നല്ല കുത്തരി പായസം. ഞാൻ കടയുടെ മുമ്പിൽ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ ആ ആൾ കൈ കാണിക്കുന്നു. പുള്ളിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം അവർക്കൊരു പരസ്യം കൂടെ. അതാണ്ട് പലതരത്തിലുള്ള ബേക്കറി ഐറ്റംസാണ്. ജിലേബി ഉണ്ട്, ലഡു ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്തോന്ന് എനിക്കറിഞ്ഞൂടാ. കുക്കീസ്, കുക്കീസാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വീഡിയോ എടുത്തത്. പല തരത്തിലുള്ള കുക്കീസ് എത്ര കളറിലുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. ഇഷ്ടം പോലെ ഉണ്ട്. ചിലവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് കഴിക്കുന്നത് ഇഷ്ടം. കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അതായിരിക്കും. അതാണ് കുക്കീസാണ് അത്. ഒരിടത്ത് ഫാൻസി ബസാർ, ഒരിടത്തെല്ലാം അവിടെ മൊത്തം കച്ചവടമാണ്. ഇന്ന് പോയ കാഴ്ചകൾ ഇത്ര ആണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് വണ്ടിയിൽ പോയപ്പം ഒരു ലേഡി ആ റോഡിലങ്ങ് വീണു. വലുതായിട്ടൊന്നും പറ്റിയില്ല, എന്നാലും വീണു. എന്തോ വണ്ടിയിലെങ്ങാണ്ട് തട്ടി, സാരി എങ്ങാണ്ട് കുരുങ്ങി. കണ്ടാ മിക്സറുകൾ എത്ര ഐറ്റം ഉണ്ടെന്ന് നോക്ക്. പല ഐറ്റങ്ങളെല്ലാം കൂടെ ഒരു കവറിനകത്താക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. ഇതെല്ലാം കാണുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഓരോ കടകളിലെല്ലാം ചെന്ന് ഈ ഫാൻസി ഐറ്റംസും ഈ 10 ആളുകളെയും എല്ലാം ഇങ്ങനെ കാണുക, കണ്ട് ആസ്വദിക്കുക. വീട്ടിലിരുന്നാൽ നമ്മളാകെപ്പാടെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത്. പുറത്തൊക്കെ പോയാൽ നമുക്ക് ഒരു സാമൂഹികമായിട്ടൊരടുപ്പവും ഇത്രയെല്ലാം ആളുകളെല്ലാം ഉണ്ട്, നമുക്കെല്ലാവരും ഉണ്ടെന്നൊക്കെ ഉള്ളൊരു ചിന്തയും ഒരു പോസിറ്റിവിറ്റിയാണ്. ഇതവിടെ വെച്ചിരിക്കുന്ന കൊടിമരമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കച്ചവടങ്ങളെല്ലാം ഇങ്ങനെ കണ്ട് ഞാൻ ഇത് തിരിച്ചിറങ്ങി വരുന്ന സമയമാണ്. അങ്ങനെ എല്ലാവർക്കും എൻ്റെ ശിവഗിരി തീർത്ഥാടനം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ശിവഗിരി എല്ലാം കണ്ട് ആസ്വദിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയ വീഡിയോ ശിവഗിരിയിൽ പോകുമ്പോൾ ഞാൻ ഇടുന്നതായിരിക്കും. കണ്ടല്ലോ കൂട്ടുകാരെ, ഞാൻ പുറത്തിറങ്ങി നിന്ന് വീണ്ടും ഒന്നും കൂടെ എടുത്തതാണ്. ഇനി പോകാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിവഗിരിയിലൊന്ന് പോകണം. ഞാൻ അവിടെ നിന്നു വീഡിയോ പിടിക്കുന്നത് വീണ്ടും ഒന്നും കൂടെ